നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. MT വാസുദേവൻ നായരുടെ വിയോഗം മലയാളക്കരയ്ക്കാകെ തീരാ നഷ്ടമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. MTക്ക് പകരം വെക്കാൻ ആളില്ലെന്നും MP. റാണിപുരം കുണ്ടുപ്പള്ളിയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. വനാതിർത്തിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തെരച്ചിൽ നടത്തി. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബൈക്ക് മോഷ്ടാക്കൾ അറസ്റ്റിൽ. കോളിയടുക്കം സ്വദേശികളായ അബ്ദുൾ ബാസിദ്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി ചട്ടഞ്ചാൽ സ്വദേശി പിടിയിൽ. 12,000 ഭരതനാട്യ നർത്തകരെ അണിനിരത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡിനൊരുങ്ങി കൊച്ചി. 29-ന് കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ നാട്യധ്വനി കലാക്ഷേത്രയിലെ നൃത്ത പ്രതിഭകളും പങ്കെടുക്കും. CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയുമായ VP പ്രശാന്ത് കുമാർ അന്തരിച്ചു. അന്ത്യോപചാരം അർപ്പിച്ചത് നൂറുകണക്കിന് ആളുകൾ. വാർത്തകൾ വിശദമായി. MT വാസുദേവൻ നായരുടെ വിയോഗം മലയാളക്കരയ്ക്കാകെ തീരാ നഷ്ടമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. MTക്ക് പകരം വെക്കാൻ ആളില്ല. MTയുടെ സിംഹാസനം ഒഴിഞ്ഞു തന്നെ കിടക്കുമെന്നും ഉണ്ണിത്താൻ. ശ്രീ MT വാസുദേവൻ നായർ വിട പറഞ്ഞത് വളരെ വേദനയോടുകൂടിയാണ് മലയാളം ലോകം മൊത്തം ശ്രദ്ധിച്ചത്. കാര്യം മലയാളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു MT വാസുദേവൻ. സാഹിത്യത്തിലും ചെറുകഥാരംഗത്തും സിനിമയിലും അതുപോലെ തന്നെ തിരക്കഥാരംഗത്തും സംവിധാന രംഗത്തുമൊക്കെ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച MTക്ക് പകരം വയ്ക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, നമ്മുടെ മലയാള ഭാഷാ പിതാവെന്ന് പറഞ്ഞാൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ, ആ തുഞ്ചൻ സ്മാരകമൊക്കെ ഇന്നു കാണുന്ന നിലയിലേക്ക് എത്തിക്കാൻ കാരണഭൂതനായത് ശ്രീ MT വാസുദേവൻ നായരാണ്. സാഹിത്യത്തിലും സിനിമയിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അതിലെടുത്തു പറയാൻ കഴിയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് രണ്ടാമൂഴമാണ്. അതുപോലെ തന്നെ രണ്ടാമൂഴം കഴിഞ്ഞാൽ പിന്നെ ഒരു വടക്കൻ വീരഗാഥയാണ്. ജനങ്ങളുടെ മനസ്സിൽ ഒരു വെറുപ്പ് മാത്രം സൃഷ്ടിച്ചിരുന്ന ചതിയൻ ചന്തുവിനെ ഒരു വീരനായകനാക്കി മാറ്റാൻ വടക്കൻ വീരഗാഥയിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമൂഴത്തിലും വാദി പ്രതിയാകുന്നു, അല്ലെങ്കിൽ വില്ലൻ നായകനാകുന്ന കാഴ്ചയാണ് രണ്ടാമൂഴത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്തെ പ്രാഗൽഭ്യം ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് ശ്രീ MT വാസുദേവൻ നായരുടെ വിയോഗം മലയാളത്തിന്, അതുപോലെ മലയാളക്കരയ്ക്കാകമാനം ഒരു തീരാ നഷ്ടമാണ്. ഇനി ആ സിംഹാസനം ഒഴിഞ്ഞു കിടക്കും. മലയാള സാഹിത്യ രംഗത്തെ കുലപതിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ എനിക്കുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. സംതപ്ത കുടുംബാംഗങ്ങളെ ദുഃഖമറിയിക്കുന്നു. റാണിപുരം കുണ്ടുപ്പള്ളിയിൽ തുടർച്ചയായ 5-ാം ദിവസവും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വനാതിർത്തിയിൽ ആനകൾ തമ്പടിക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തി. കുണ്ടുപ്പള്ളിയിലെ കുട്ടിനായിക്, സഹോദരൻ സോമൻ നായിക് എന്നിവരുടെ പറമ്പിലെ കൃഷിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാന ഇറങ്ങി നശിപ്പിച്ചത്. റാണിപുരം മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ആനകൾ കാടിറങ്ങി വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയാണ്. റാണിപുരത്ത് നിന്ന് പാറക്കടവിലേക്കുള്ള സോളാർ ഫെൻസിംഗ് തകരാറിലായതാണ് ആനകൾ വ്യാപകമായി കൃഷിസ്ഥലങ്ങളിലേക്ക് ഇറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കൃഷി നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ സോമൻ നായിക്കും പിന്നെ കുട്ടി നായിക്കും അവര് പറമ്പിലാന്ന് വന്നിട്ട് ആനയെ ഫുള്ള് അപ്പുറത്ത് ആ സൈഡും പോയിട്ടുണ്ട്. എന്നിപ്പോൾ നമുക്ക് ഇറങ്ങി വന്ന സ്ഥലം ഫുള്ള് കണ്ടില്ലേ, അതിൽ അങ്ങനെയാണ് സംഭവം. ഇതിലും ഇപ്പം ഫെൻസിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ നമ്മൾ വീട്ടിൽ പോയില്ലേ, ആ വീട് നല്ലതായിരുന്നു. അവിടെ ഒരു സാധനമൊന്നും ഇല്ല ഇപ്പോൾ. അതുണ്ട് എന്നല്ല അവർ പറയുന്നത്, ഫോറസ്റ്റുകാർ. അതുപോലും ഇല്ല. അത് ഇല്ലാത്തതുകൊണ്ടാണ് ആന ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അതുണ്ടെങ്കിൽ പക്ഷേ ആന അത്ര എളുപ്പത്തിലൊന്നും ഇങ്ങനെ വരില്ലായിരുന്നു. നമുക്ക് ഈ വേനൽക്കാലം വന്ന കഴിഞ്ഞത്തെ വേനൽക്കാലം ഇല്ലേ, അന്ന് മുമ്പേ വേനൽക്കാലം വരുമ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ വന്നിട്ടാകുമ്പോൾ കുറേയെല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇവരോട് പറഞ്ഞു, ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ടാകുമ്പോൾ ഒരു കമ്മിറ്റി കൂടിയിട്ടായിട്ടാകുമ്പോൾ അവർ പറഞ്ഞു അപേക്ഷ എഴുതി കൊടുക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അപേക്ഷയും കൊടുത്തു. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ അതിനെ ഇതാക്കുമെന്ന് പറഞ്ഞു, പായിപ്പിക്കും, പിന്നെ കമ്പി വേലി കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് നിന്നു. വിശ്വസിച്ച് നിന്നു ഞങ്ങൾ. എന്നാൽ ഒന്നില്ല രണ്ടില്ല, പിന്നെ പോയി മാസങ്ങൾ അങ്ങ് കടന്നുപോയി. പിന്നെ രണ്ടാമത് ഒരാഴ്ച ആയില്ലേ വരാൻ തുടങ്ങി ആദ്യം. പിന്നെ ഞങ്ങൾ അതിന് ചിന്തിച്ചിട്ടില്ല, നശിപ്പിക്കുന്നു നശിപ്പിക്കട്ടെ. പിന്നെ
ഒറ്റ കാടനായില്ലേ, പൊനം പോലെ ആയി, വലിയ മല പോലെ ആയി, ഫോറസ്റ്റിനെ എല്ലാം ആയി. പിന്നെ നമുക്ക് പിന്നെ പറയാൻ കഴിയാം, പറഞ്ഞു നോക്കി കുറേ നോക്കി. ആന ഇറങ്ങാൻ അവിടെ ഫോറസ്റ്റിലൊന്നുമില്ല, ഫെൻസിങ് വർക്ക് ചെയ്യുന്നില്ല. ഫെൻസിങ് വർക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ട്രെഞ്ച് നിർമ്മിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഫോറസ്റ്റുകാരോട് നമ്മൾ പറയാനുള്ളത്. ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ രൂക്ഷമായ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സോളാർ വേലി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്ന് DFO അറിയിച്ചിട്ടുണ്ട്. സോളാർ വേലി അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കുക, മേഖലയിൽ RRTയുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാക്കുക, കാടുമൂടി കിടക്കുന്ന പ്രദേശങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിക്കുക, ആന കൂടുതലായി ഇറങ്ങുന്ന ഇടങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയവയാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം. അതേസമയം വനം വകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും പരിശോധന നടത്തി. ഏകദേശം 4 കിലോമീറ്റർ ചുറ്റളവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. ആന അധിക ദൂരം പോയിട്ടില്ലെന്നും പരിസര പ്രദേശത്ത് തന്നെ തമ്പടിച്ചു നിൽക്കുകയാണെന്നും പരിശോധന നടത്തി ആനയെ കാട് കയറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ B ശേഷപ്പയുടെ നേതൃത്വത്തിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1940 ആരംഭിച്ച അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ നാളിതുവരെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ നടന്നു. അഡ്മിഷൻ രജിസ്റ്ററിലെ 6ാം നമ്പർ വിദ്യാർത്ഥി നവതി പിന്നിട്ട കൃഷ്ണൻ ആയത്താർ മുതൽ 2023 വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ വരെ കുടുംബവും ഒന്നിച്ച് ഒത്തുചേർന്നത് തലമുറകളുടെ സംഗമമായി മാറി. ആദ്യകാല ഗുരുനാഥന്മാരായ കുഞ്ഞുമ്പു മാസ്റ്റർ, ശ്യാമള ടീച്ചർ, പുഷ്പ ടീച്ചർ, മണി ടീച്ചർ, ബഷീർ അഹമ്മദ് മാസ്റ്റർ എന്നിവർക്കൊപ്പം K മഹേഷ് കുമാർ, P രാജീവൻ എന്നീ അധ്യാപകരും ആദ്യ അവസാനം സന്നിഹിതരായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരുക്കിയ കുടുംബസംഗമം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സ്കൂളിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാര അധീനമാകുന്ന ഒരു കാര്യമാണ് പൂർവ്വ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒരു സംഗമം എന്ന് പറയുന്നത്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ അവരേത് തലത്തിൽ നിൽക്കുമ്പോഴും അവരെ കാണുമ്പോൾ നമ്മൾ വികാരാധീനമാകുന്നു. അതേപോലെ തന്നെ കുട്ടികളെ കാണുമ്പോൾ അവരുടെ പുതിയ സ്റ്റാറ്റസ് അറിയുമ്പോൾ അവരെ ഏത് തലത്തിൽ വളർന്നവരായാലും അവർ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ തന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ടീച്ചർമാർക്ക് അവരെന്നും കുട്ടികൾ തന്നെയാണ്. അവരേത് തലത്തിൽ വന്നാലും അവരെ മോനെ മോളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ പുതിയ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരാളും എത്തിപ്പിടിച്ച മേഖലകളെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അധ്യാപകർ ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കപ്പെടുന്നവരാണ്, ആദരിക്കപ്പെടുന്നവരാണ് അധ്യാപകർ. എവിടെ പോയാലും അധ്യാപകർക്ക് അതിൻ്റെതായ സ്ഥാനമുണ്ട്. മറ്റേത് ജോലിയേക്കാളും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ജോലിയാണ് അധ്യാപകർ. കാരണം അവരുടെ ശിഷ്യഗണങ്ങൾ എല്ലാ തലത്തിലും ഉണ്ടാകും. അധ്യാപകർ എവിടെ പോയാലും അവർക്ക് ഒന്ന് ബസ്സിലോ എവിടെ പോയാലും എഴുന്നേറ്റ് നിൽക്കേണ്ടി വരില്ല. കാരണം അവർക്ക് അപ്പോൾ തന്നെ സീറ്റ് കൊടുക്കാനോ അല്ലെ അവരെ സൗകര്യപ്പെടാനോ വളഞ്ഞ രീതിയിലെങ്കിലും ബന്ധമുള്ള ഒരാളെങ്കിലും അവർ ദിവസേന കണ്ടെത്തുന്നു എന്നുള്ളതാണ്. സ്കൂളിന്റെ അഭിമാനമായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളായ MM നാസർ, ഡോക്ടർ CH ഇബ്രാഹിം എന്നിവരെ A ഹമീദ് ഹാജി അനുസ്മരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K രവീന്ദ്രൻ, അശോകൻ ഇട്ടമ്മൽ, ഇബ്രാഹിം മാവിക്കൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ V മോഹനൻ, പാലായി കുഞ്ഞബ്ദുള്ള ഹാജി, M ഹമീദ് ഹാജി, സ്കൂൾ വികസന സമിതി ചെയർമാൻ K രാജൻ, കൺവീനർ AP രാജൻ, CH അഷ്റഫ്, PTA പ്രസിഡന്റ് ജാഫർ പാലായി, മദർ PTA പ്രസിഡന്റ് രമ്യ സുനിൽ, SMC ചെയർമാൻ ഷഫീഖ് ആവിക്കൽ, മുൻ PTA പ്രസിഡന്റ് KG സജീവൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ വൈസ് പ്രസിഡന്റ് K മണികണ്ഠൻ, രജനീഷ്, ഹാജര ടീച്ചർ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് നൌഷാദ് കുത്തിക്കാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജേഷ് കാറ്റാടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുമാരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ബൈക്ക് മോഷ്ടാക്കൾ അറസ്റ്റിൽ. കോളിയടുക്കം സ്വദേശികളായ അബ്ദുൾ ബാസിദ്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. ബൈക്ക് മോഷ്ടിച്ച കേസിൽ 2 യുവാക്കൾ മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായി. കോളിയടുക്കം സ്വദേശികളായ അബ്ദുൾ ബാസിദ്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത്.
ഉപ്പളയിലുള്ള മുഹമ്മദ് ഹമീദ് എന്നയാളുടെ ബൈക്കാണ് സംഘം മോഷ്ടിച്ചത്. CCTV ദൃശ്യത്തിൽ നിന്ന് പ്രതികളെ തിരിച്ചറിയുകയും തുടർന്ന് പ്രതികളെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കുകയും വിദ്യാനഗറിൽ നിന്ന് സാഹസികമായി പിടികൂടുകയുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി D. ശില്പയുടെ നിർദ്ദേശപ്രകാരം മോഷണ കേസുകൾ കണ്ടെത്തുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് DVSP സുനിൽകുമാർ CK, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ E എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി ചട്ടഞ്ചാൽ സ്വദേശി പിടിയിൽ. പുത്തരിയടുക്കം സ്വദേശി സവാദ് കെയാണ് കാസർഗോഡ് ടൗൺ പോലീസിന്റെ പിടിയിലായത്. ക്രിസ്തുമസ് പുതുവത്സരം ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി എത്തിച്ച 4 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. ചട്ടഞ്ചാൽ പുത്തരിയടുക്കം സ്വദേശി സവാദ് കെയാണ് പിടിയിലായത്. തളങ്കരയിലെ ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കാസർഗോഡ് ടൗൺ പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡായ ഡാൻസാഫ് ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു സവാദ്. കഞ്ചാവ് സൂക്ഷിച്ച വിവരം സ്ഥിരീകരിച്ചതോടെ ടൗൺ SI പ്രദേശ് കുമാറിനെ വിവരം അറിയിക്കുകയും തുടർന്ന് കാസർഗോഡ് ഇൻസ്പെക്ടർ നളിനാക്ഷൻ P.യുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. അലമാരയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 12,000 ഭരതനാട്യ നർത്തകരെ അണിനിരത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡിനൊരുങ്ങി കൊച്ചി. ഡിസംബർ 29-ന് കൊച്ചി ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ കാഞ്ഞങ്ങാട് നാട്യധ്വനി കലാക്ഷേത്രയിലെ നൃത്ത പ്രതിഭകളും പങ്കെടുക്കും. 12,000 ഭരതനാട്യ നർത്തകരെ അണിനിരത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡിനൊരുങ്ങി കൊച്ചി. കലാരംഗത്തെ പ്രമുഖ മാഗസിൻ ഗ്രൂപ്പായ മൃദംഗവിഷനും നാദം ഓർഗനൈസേഷനും ചേർന്നാണ് മൃദംഗനാദം എന്ന പേരിൽ അപൂർവമായ ഗിന്നസ് റെക്കോർഡിന് അരങ്ങൊരുക്കുന്നത്. ഡിസംബർ 29-ന് കൊച്ചി ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കാഞ്ഞങ്ങാട് നാട്യധ്വനി കലാക്ഷേത്രയിലെ കുഞ്ഞുമക്കൾ ഉൾപ്പെടെയുള്ള നൃത്ത പ്രതിഭകൾ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. ഈ വരുന്ന 29-ാം തീയതി കൊച്ചി ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 12,000 ഭരതനാട്യ നർത്തകരെ അണിനിരത്തുന്ന ഒരു വലിയൊരു ഈവൻറ്റിലേക്കാണ് നാട്യധ്വനി കലാക്ഷേത്രത്തിലെ ഈ കുട്ടികളും പങ്കെടുക്കാൻ പോകുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരുപാട് വേറെയും അധ്യാപകരുടെ ശിഷ്യരും പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിനകത്തുള്ള എല്ലാ ഡാൻസ് ടീച്ചേഴ്സും 12,000 ഡാൻസേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇവൻ്റാണ് മൃദംഗവിഷൻ എന്നൊരു ടീം ഒരുക്കിയിരിക്കുന്ന ഈ ഒരു അവസരത്തിലേക്ക് നമ്മുടെ നാട്യധ്വനി കലാക്ഷേത്രത്തിലെയും കുട്ടികളും പങ്കെടുക്കുകയാണ്. കുട്ടികളോടൊപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് അമ്മമാരും വർക്ക് ചെയ്യുന്ന പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് ഈ വരുന്ന 28-ാം തീയതി ഇവിടുന്ന് പോവുകയാണ്. ഇത് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നത് ദിവ്യോണിയാണ്. അപ്പോൾ ദിവ്യോണിയുടെ മകളും ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷമാണ്. പല പല പ്രശസ്തരായ നർത്തകരും സംഗീത ജ്ഞാനികളൊക്കെ ഇതിൽ ബോർഡിൽ പങ്കാളികളാണ്. അപ്പം ഈ വരുന്ന 29-ാം തീയതി കൊച്ചി ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ച് വൈകുന്നേരം 5:30-ക്കാണ് ഈ ഒരു ഈവൻറ്റ് നടക്കുന്നത്. ഇതിന് ഞങ്ങളെല്ലാവരും, എൻ്റെ പിള്ളേരും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും അതുപോലെ എല്ലാ ജില്ലയിൽ നിന്നും ഒരുപാട് നർത്തകരെ പങ്കെടുപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിലേക്ക് നമ്മളും കൂടി പങ്കെടുക്കുകയാണ്. റജി മാർട്ടിന്റെ ശിക്ഷണത്തിൽ വർഷങ്ങളായി പഠനം തുടരുന്ന 50 കലാകാരികളാണ് അരങ്ങിലെത്തുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്.
സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയുമായ VP പ്രശാന്ത് കുമാർ അന്തരിച്ചു. പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിലും അടോട്ട് ജോളി ക്ലബ്ബിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ നാടിന്റെ നാനാദിക്കുകളിൽ നിന്നായി 100 കണക്കിന് പേരാണ് എത്തിയത്. രാഷ്ട്രീയ, സാമൂഹിക, കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന അടോട്ടെ VP പ്രശാന്ത് കുമാറിന്റെ വേർപാട് നാടിനെ കണ്ണീരിലാഴ്ത്തി. പ്രശാന്തിന്റെ അപ്രതീക്ഷിതമായ വേർപാടിൽ നാട് കണ്ണീരണിഞ്ഞു. ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു പ്രശാന്ത്. സൗമ്യനും സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലും ഏറെ മുന്നിലും. ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിലിറങ്ങിയ പ്രശാന്ത് CPIM അജാനൂർ കമ്മിറ്റി അംഗമായിരുന്നു. ഉത്തര കേരളത്തിന്റെ തനത് കലാരൂപമായ പൂരക്കളിയുടെ സജീവ കലാകാരനായിരുന്ന പ്രശാന്ത് പൂരക്കളി കലാ അക്കാദമി അംഗം കൂടിയായിരുന്നു. കലാ സാംസ്കാരിക മേഖലകളിലും മുഖ്യ സാന്നിധ്യമായിരുന്നു പ്രശാന്ത്. മികച്ച സംഘാടകൻ കൂടിയായ പ്രശാന്ത് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ്. 43 വയസ്സായിരുന്നു. അടോട്ട് ജോളി ക്ലബ്ബിലും പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടിൻ്റെ നാനാ തുറകളിൽ നിന്നായി നിരവധി പേരാണ് അവസാനമായി ഒരു നോക്ക് കാണുവാൻ എത്തിയത്. CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, MLAമാരായ CH കുഞ്ഞമ്പു, M രാജഗോപാലൻ, TI മധുസൂദനൻ, പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ MLAയുമായ K കുഞ്ഞിരാമൻ, ഉദുമ മുൻ MLAമാരായ K കുഞ്ഞിരാമൻ,
KV കുഞ്ഞിരാമൻ, പുക്കാസ ജില്ലാ സെക്രട്ടറി ജയചന്ദ്രൻ, CPIM സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VB രമേശൻ, VK രാജൻ, M സുമതി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പത്മാവതി, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ഏരിയ സെക്രട്ടറിമാരായ K രാജ്മോഹനൻ, M രാജൻ നീലേശ്വരം, ജില്ലാ ലൈബ്രറി കൗൺസിൽ T പ്രഭാകരൻ, PK നിശാന്ത്, കോടമ്പേളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ദാമോദരൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KB സുജാത, വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് V ശോഭ, വൈസ് പ്രസിഡന്റ് K സബീഷ്, കോട്ടച്ചേരി ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ, M പൊക്ലൻ, TV കരിയൻ, മൂലക്കണ്ടം പ്രഭാകരൻ, അജാനൂർ ലോക്കൽ സെക്രട്ടറി V തുളസി, CITU നേതാക്കളായ KV രാഘവൻ, TV അമ്പാടി, കാറ്റാടി കുമാരൻ, ഉദുമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ, അഡ്വക്കേറ്റ് C ഷുക്കൂർ, ശിവജി വെള്ളിക്കോത്ത്, രാജൻ പെരിയ, കോൺഗ്രസ് നേതാവ് സുരേഷ്, ജനതാദൾ ജില്ലാ പ്രസിഡന്റ് PC രാജു, INL നേതാവ് ഇബ്രാഹിം, മുസ്ലിം ലീഗ് നേതാവ് A ഹമീദാജി, BJP ജില്ലാ സെക്രട്ടറി A വേലായുധൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, A ദാമോദരൻ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തി. പരേതനായ VP കുഞ്ഞിക്കണ്ണൻ്റെയും ശ്യാമളയുടെയും മകനാണ്. ഭാര്യ അമൃത, ഏകമകൻ എയ്തൻ, VP മനോജ് കുമാർ, VP ഷീബ, VP ഷിജുരാജ് എന്നിവർ സഹോദരങ്ങളാണ്. നാളെ രാവിലെ 8 മണിക്ക് വീടിന് സമീപത്തെ ശ്മശാനത്തിലാണ് സംസ്കാരം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ടം ക്യാമ്പയിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം മടിക്കയിൽ നടന്നു. നീർച്ചാലുകളെല്ലാം ശുചീകരിക്കുന്നതിനും തടസ്സപ്പെട്ട ഒഴുക്ക് മെച്ചപ്പെടുത്തുന്നതിനും ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ടം ക്യാമ്പയിൻ ആരംഭിച്ചു. പൂത്തക്കാലിലെ മടിക്കൈ വയൽത്തോട് കയർ ഭൂവസ്ത്രം വിരിക്കലും ശുചീകരണവും ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും ജില്ലാ കളക്ടർ K ഇമ്പശേഖറും നിർവഹിച്ചു. ഒരുപാട് വികസനങ്ങൾ വന്നു കഴിഞ്ഞു. നാട്ടിൽ ഇതിനു മുൻപ് ഒരു 10 വർഷത്തിന് മുൻപ് ഉള്ള തോട് ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, ഇല്ലെങ്കിൽ അതിൻ്റെ വീതി കുറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിന് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് പല പ്രാവശ്യവും നമുക്ക് ഇങ്ങനെ ഉള്ള ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മൾ ഇത് നടപ്പിലാക്കുന്നത്. അതിലും നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നമുക്ക് നടക്കുന്നത്. അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചോളം ഒരു പഞ്ചായത്തിലും മിനിമം ഒരു പാടശേഖരത്തിലെങ്കിലും നമുക്ക് ഇത് ചെയ്യണമെന്നാണ് നമുക്ക് നേരത്തെ നിർദ്ദേശം കൊടുത്തിരുന്നത്. അപ്പോൾ അത് പ്രകാരം നല്ല വളരെ മാതൃകപരമായിട്ടുള്ള ഒരു വർക്കാണ് മടിക്കയിൽ ചെയ്തിട്ടിരിക്കുന്നത്. ഒരു BCBയിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുക്ക് തടസ്സപ്പെടാതെ എത്തിച്ചേരുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതുകൊണ്ട് കർഷകർക്ക് എല്ലാ സീസണിലും ഇപ്പോൾ തന്നെ നമുക്ക് വയലിറങ്ങി നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 സീസൺ എങ്കിലും 3 സീസൺ എങ്കിലും നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ അത് ഒരു വളരെ നല്ല കാര്യമാണ്. ജല സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക കൂടി ഇവിടെ പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ വർഷം ഈ വർഷം ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ ഒരു ജില്ലയാണ് കാസർഗോഡ്. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത അധ്യക്ഷത വഹിച്ചു. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V പ്രകാശൻ, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ബാലചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹരിത കേരള മിഷൻ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി മലിനീകരണപ്പെട്ട തോടുകളെല്ലാം ശുചീകരിക്കാനുള്ള കർമ്മ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 700ഓളം ചെറുതോടുകൾ ശുചീകരിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NSS സപ്തദിന സഹവാസ ക്യാമ്പിൽ നാടകത്തിന്റെ പുതുലോകം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ഷാജി പരമേശ്വരൻ. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്ന സഹവാസ ക്യാമ്പിലാണ് ഷാജി പരമേശ്വരൻ ഏകാഭിനയ നാടകം അവതരിപ്പിച്ചത്. ജയപ്രകാശ് കുളിരൂരിന്റെ ദിനേശന്റെ കഥ എന്ന ഏകാഭിനയ നാടകം കോഴിക്കോട് ജില്ലയിലെ ഷാജി പരമേശ്വരൻ അവതരിപ്പിച്ചപ്പോൾ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. എന്തെങ്കിലൊക്കെ നാളെ പഠിക്കല്ലേ മക്കളെ, നീ ദിനേശന്റെ പോലെ ഇങ്ങനെ നടക്കണ്ടേ? നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ ഒരു പഠിക്കില്ലേ? പഠിപ്പിന്റെ കൂടെ നിങ്ങളെ ആഗ്രഹം പോലെ കൊണ്ടുപോയിക്കോളി കേട്ടോ. മാഷിമാരൊക്കെ പറഞ്ഞ് നല്ലോണം കേൾക്കണേ, കേൾക്കൂലേ? എൻ്റെ ആഗ്രഹം എന്താ മോളെ? എന്താ
അങ്ങനെ ഇരുന്നിട്ടേ ശരിയാവുന്നില്ല. എങ്ങനെയാ ശരിയാവുക? നിക്കക്കളിയില്ല. ഒന്ന് നടന്നു നോക്കിയാലോ? ഇത് നടന്നാൽ ശരിയാവുന്ന കേസല്ല, ഇത് ഓടണം. ഇനിയൊന്ന് ഇരിക്കാന്ന് വിചാരിച്ചാലേ ഇരുത്തം വന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞു. എനിക്കിപ്പോൾ 31 വയസ്സായി. എന്നാൽ 13 താണ്ടില്ല എന്നാണ് ആൾക്കാരെ വിചാരം. 13-ാം വയസ്സിൽ ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്നത്. ഏതിൽ? ഇവിടെ കാഞ്ഞങ്ങാട് സ്കൂളിൽ ഞാൻ പഠിച്ചേ. ഞാൻ 7 വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറയണതൊന്നും ടീച്ചർക്ക് മനസ്സിലാവില്ല, ടീച്ചർ പറയണൊന്നും എനിക്കും മനസ്സിലാവില്ല. എയ്ഡ്സ് രോഗിയുടെ കുടുംബത്തിലെ ദുരന്തകഥയാണ് നാടകത്തിന്റെ പ്രമേയം. തമാശയിൽ തുടങ്ങിയ നാടകം സദസ്സിനെ കരയിപ്പിച്ചുകൊണ്ടാണ് അവസാനിച്ചത്. ദിനേശന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞും കൂടെ അഭിനയിച്ചും കാണികളും പങ്കാളികളായി. വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പാണ് മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സബരിയ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രതിനിധി സഭ നടന്നു. മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷൻ റോഡുമായി ബന്ധിപ്പിച്ച് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് മേൽനടപ്പാത മാതൃകയിൽ മേൽനടപ്പാത പണിയണമെന്ന സബരിയ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രതിനിധി സഭ ആവശ്യപ്പെട്ടു. മേൽനടപ്പാത പണിയാനുള്ള നടപടി സ്വീകരിക്കാൻ നഗരസഭ മുൻകൈ എടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ പൈസക്ക് ഒരു വിലയില്ലാത്ത എത്രയോ സന്ദർഭങ്ങൾ, പൈസക്ക് ഒരു വിലയില്ലാത്ത, പൈസക്ക് ഒരു വിലയില്ല, നമ്മളെ പോലുള്ള പത്രപ്രവർത്തനത്തിന് ഒരു വിലയില്ല, ഒരു കാര്യത്തിനും ഒരു വിലയില്ലാത്ത, നന്മക്ക് മാത്രം വലിയ വില ഉള്ള, നമുക്ക് തെളിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന നിരവധിയായ സംഭവങ്ങളുണ്ട്. ആ സംഭവത്തിനാണ് കർമ്മഫലം. അപ്പോൾ ഇദ്ദേഹത്തിന് ഇടുന്ന മാർക്കിൽ 100 രൂപ കുറച്ചാലും ഇദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപേൻ്റെ മാർക്കാഴി ഉണ്ടാവും ബാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ കർമ്മഫലം എന്നുള്ളത് നമ്മൾ എന്തിനാണ് സബരിയ എന്ന സംഘടന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചോദിച്ചും, മനസ്സർപ്പണം എന്നുള്ള സംഭവം, മനസ്സർപ്പണം സ്വയം ചോദിച്ചും മനസ്സർപ്പിച്ചും വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഞാൻ ഗ്രൂപ്പിലൊക്കെ നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. മാഷ് വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ പറയും നമ്മൾ വൈസ് പ്രസിഡന്റ് ആവും, മാഷ് എന്താ പറഞ്ഞാൽ നമ്മൾ ചെയ്യും, അത് ഒരു പ്രശ്നം. മാഷ് നേരത്തെ പറഞ്ഞാൽ നട്ടല്ലാണ്, മാഷക്ക് നന്മയേ ഉള്ളൂ. സുമാരം പെരിയച്ചോർ എന്ന് പറഞ്ഞാൽ നന്മയുടെ പ്രതികരണം ഞാൻ കണ്ടത്. കാരണം അല്ലാണ്ട് മാതൃഭൂമി ലേഖകൻ സുകുമാരൻ മാഷെക്കുറിച്ച് 4 പ്രാവശ്യം എഴുതിയാലൊന്നും ഒരു സുകുമാരൻ മാഷായി മാറുന്നില്ല. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ പറഞ്ഞ കർമ്മഫലം നമ്മളെ പത്രത്തിലൂടെ അല്ലെങ്കിൽ രവീന്ദ്രൻ കൊണ്ടോടിൻ്റെ പത്രത്തിലൂടെ മറ്റേതെങ്കിലും രീതിയിലൂടെ സമൂഹത്തിൻ്റെ ചർച്ചയിലൂടെ ഒരാളുടെ രൂപം പ്രതിഫലിക്കുന്നു എന്നേ ഉള്ളൂ. ചടങ്ങിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തികളെ അനുമോദിച്ചു. രാഷ്ട്രകവി മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കവിത പുരസ്കാരം നേടിയ പ്രേമചന്ദ്രൻ ചോമ്പാല, EV ജയകൃഷ്ണൻ, ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ ലേഖ കാദംബരി, നൃത്തപ്രതിഭ ദിൽന ദിലീപ് എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ, ആനന്ദകൃഷ്ണൻ എടച്ചേരി, പ്രാപ്പോയിൽ നാരായണൻ, കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ, ശ്രീജിത്ത് ചീമേനി, അനിൽകുമാർ പട്ടേന, അജിത് പാട്യം, വരദൻ പുല്ലൂർ, ദിലീപ് നായർ കുണ്ടാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ അഗ്രോ കാർണിവലിന്റെ ഭാഗമായി കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. 8ഓളം ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കര പെട്രോൾ പമ്പിന് എതിർവശം സംഘടിപ്പിച്ചിരിക്കുന്ന ബേക്കൽ അഗ്രോ കാർണിവലിൽ കലാസാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. 8ഓളം ടീമുകൾ മാറ്റുരച്ച മത്സരം കാണികൾക്ക് ഹരം പകരുന്നതായിരുന്നു. കൈകൊട്ടിക്കളി മത്സരത്തിൽ ജോളി അടൂട്ട് 1ാം സ്ഥാനവും യങ് ഇന്ത്യൻസ് വലിയ പൊയിൽ 2ാം സ്ഥാനവും പ്രിയദർശിനി തച്ചങ്ങാട് 3ാം സ്ഥാനവും നേടി.
വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഇന്ന് ഉച്ച മുതൽ ഇവിടെ കൈകൊട്ടിക്കളി മത്സരമാണ് നടന്നത്. കൈകൊട്ടിക്കളി മത്സരം നല്ല ഒരു എഫർട്ട് എടുത്തിട്ടാണ് എല്ലാ കുട്ടികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം അത്യാവശ്യം എല്ലാവർക്കും നല്ല ക്ഷീണവും വരുന്നുണ്ട് കളി കഴിയുന്നത്. അപ്പോൾ അത്രയും എഫർട്ട് പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള ഈ മത്സരങ്ങളും ഈ കളികളും ഒക്കെ തന്നെ ഒരു കായിക വിനോദം എന്ന രീതിയിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു. സൂരജ് വി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ, അജിയൻ പനയാൽ എന്നിവർ സംസാരിച്ചു. കലാസാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ഡിസംബർ 30-ന് ഉത്തര കേരള ഒപ്പന മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കര. ബേക്കൽ അഗ്രോ കാർണിവലിൽ എത്തുന്നവർക്ക് കണ്ണിന് കുളിർമയേകി പുഷ്പസസ്യ പ്രദർശനം. വിവിധ സസ്യഫല പുഷ്പ പ്രദർശനങ്ങളോടൊപ്പം കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പള്ളിക്കര പെട്രോൾ പമ്പിന് എതിർവശം സജ്ജീകരിച്ച പ്രത്യേക ഗ്രൗണ്ടിൽ നടന്നുവരുന്ന ബേക്കൽ അഗ്രോ കാർണിവലിലെ പുഷ്പ ഫലസസ്യ പ്രദർശനം ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. വിവിധതരം പുഷ്പങ്ങളുടെ ചെടികൾ, മറ്റ് ഫലസസ്യങ്ങൾ എന്നിവ നയനാനന്ദകരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നതോടൊപ്പം ഇവ വാങ്ങാനുള്ള സൗകര്യവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പൂക്കൾക്കും സസ്യങ്ങൾക്കുമിടയിലായി തയ്യാറാക്കിയ ഫൗണ്ടൻ, ഊഞ്ഞാൽ, കുടിൽ എന്നിവയും പുഷ്പങ്ങളുടെ ശേഖരത്തിനൊപ്പം ഏവരെയും ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കാർണിവൽ സംഘടിപ്പിച്ചത് ക്രിസ്തുമസ് അവധിക്കാലത്ത് ഏവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണെന്നും കാർഷിക ഉപകരണങ്ങളുടെയും മറ്റു പ്രദർശനവും കാർഷിക സെമിനാറും അറിവുകൾ പകർന്നു നൽകാൻ ഉപകരിക്കുമെന്നും മുൻ MLA കെ കുഞ്ഞിരാമൻ അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബേക്കൽ കാർണിവൽ സംഘടിപ്പിച്ച് പള്ളിക്കര പഞ്ചായത്തിൻ്റെ അകത്ത് ഇതൊരു ആദ്യ അനുഭവമാണ്. ഇത്രയും കാർഷികോൽപ്പന്നങ്ങളും പുഷ്പങ്ങളും മറ്റ് ഇതര സംവിധാനങ്ങളെല്ലാം ഗംഭീരപ്പെട്ട പരിപാടിയായിരുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ കാലയളവിൽ കാണികൾക്ക് ഒരരം പകരുന്നതാണ് ഇത് മുഴുവൻ നടന്നു കണ്ടാൽ കാണാൻ വേണ്ടി കഴിയും. ഇതിൽ പ്രത്യേകത കാർഷികോൽപ്പന്നങ്ങൾ അതുപോലെ അതിൻ്റെ തൈകളുമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന പലതരത്തിലുള്ള കൃഷിയുടെയും അതുപോലെ മറ്റ് പുഷ്പങ്ങളടക്കമുള്ള ഉപകരണങ്ങളുടെ നടപടി നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആകർഷിക്കുന്ന നടപടിയാണ്. ഇത് ഇത്ര ഗംഭീരമായിരിക്കുമെന്ന് ആളുകൾക്ക് അറിയില്ലായിരുന്നു. അറിയുന്നുവെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആൾ വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഇന്ന് മുതൽ ഇത് കുറേ ആൾ വന്ന കണ്ടുകൊണ്ട് ഇതൊരു പ്രചരണം നാട്ടിലാകെ വരും. നാളെ മുതൽ ഏറ്റവും വലിയ ആളുകൾ കൂട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്ന് ഈ സംരംഭം വിജയകരമായി നടത്തിയാൽ ഭാവിയിലും കാഞ്ഞങ്ങാട് ബ്ലോക്കിന് ഇത് നടത്താൻ സാധിക്കും. അത് പള്ളിക്കര തന്നെ ആദ്യത്തെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഡിസംബർ 31-ന് കാർണിവൽ സമാപിക്കും. പ്രദർശനങ്ങളോടൊപ്പം കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും കാർഷിക സെമിനാറും മറ്റ് വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ വിവിധതരം ഭക്ഷ്യ സ്റ്റാളുകൾ, ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സ്റ്റാളുകൾ, മറ്റ് വിവിധതരം ഉൽപ്പന്ന സ്റ്റാളുകൾ എന്നിവയും കാർണിവലിന്റെ പ്രത്യേകതകളാണ്. കുട്ടികൾക്കായി അമ്യൂസ്മെന്റ് പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കര. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു.
ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറുക മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. മൻസൂർ ഓട്ടോ സ്റ്റാൻഡിൽ കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷിച്ചു. മധുര പലഹാര വിതരണവും നടന്നു. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ സി കുഞ്ഞാമത് പാലക്കി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മൻസൂർ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരുടെ ക്രിസ്തുമസ് ആഘോഷം ശ്രദ്ധേയമായി. കേക്ക് മുറിച്ചും മധുരം നൽകിയുമാണ് ആഘോഷം പൊടിപൊടിച്ചത്. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ സി കുഞ്ഞാമത് പാലക്കി ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവമേ എന്നാണ് പ്രാർത്ഥന. അപ്പം അതിൽ ഏത് മതം എന്ന് പറയുന്നില്ല. നമ്മളെല്ലാവരും സൃഷ്ടിച്ചത് ഒരേ ദൈവമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലാഹു. അങ്ങനെ അത് ഒരു ചെറിയ മാറ്റവും ഇല്ല നമുക്ക് തമ്മിൽ. അപ്പം അത് നമ്മൾ ഒന്നെന്ന് തെളിയിക്കുന്നതിൻ്റെ നല്ലൊരു തെളിവ് നമുക്ക് ഇതിനേക്കാളും കൂടി തെളിവ് കിട്ടുന്നു.
കൃഷ്ണൻ തണ്ണോട്ട് സ്വാഗതം പറഞ്ഞു. മൻസൂർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സി ഷംസുദ്ദീൻ, ഡയറക്ടർ ഖാലിദ് പാലക്കി, മൻസൂർ, സുബീർ, സർപ്പു, ബാബു, സുജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കരയിലെ കർത്തമ്പാടി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കരയിലെ പ്രമുഖ കർഷക കുടുംബമായ കർത്തമ്പാടി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒന്ന് കൂടിച്ചേരാനും പരസ്പരം അറിയാത്തവരുണ്ടെങ്കിൽ അറിയാനും പരിചയപ്പെടാനും ഒക്കെയുള്ള അവസരങ്ങളാണ്. കാരണം അത്തരം അവസരങ്ങളാണ് നമുക്കിപ്പോൾ കുറഞ്ഞു പോകുന്നത്. മുമ്പൊക്കെ വീടുകളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കല്യാണമായാലും മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടായാലും എല്ലാവരെയും ക്ഷണിക്കും, എല്ലാവരും ഒത്തുചേരും, കാര്യങ്ങൾ പരസ്പരം അന്വേഷിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നൊരു പ്രവണതയുണ്ടായിരുന്നു. അത് 1-2 ദിവസങ്ങൾ ആ വീട് തങ്ങി കാര്യങ്ങളൊക്കെ എന്തിനാണോ അവർ ഒത്തുകൂടിയത് അതൊക്കെ നിർവഹിച്ച് മാത്രമേ പോകാറുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊന്നും നമുക്ക് സമയമില്ല. അണുകുടുംബം എന്ന രീതിയിൽ കാര്യങ്ങൾ മാറി. എല്ലാവരും കല്യാണം കഴിഞ്ഞതോടുകൂടി സ്വന്തം വീട്, സ്വന്തം ഭാര്യ, മക്കൾ എന്ന രീതിയിൽ വേറെ വേറെ വീടുകളെടുത്ത് താമസം തുടങ്ങിയതോടുകൂടി ഒത്തുചേരാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞു വരികയാണ്. കല്യാണം ഇപ്പോഴത്തെ കല്യാണ രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഓഡിറ്റോറിയങ്ങളിലാണ് പലപ്പോഴും കല്യാണം നടക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ഓഡിറ്റോറിയങ്ങളിൽ കല്യാണം നടക്കുമ്പോൾ കല്യാണ മുഹൂർത്തത്തിൽ കുറച്ച് മുമ്പ് അല്പം ദൂരെയുള്ള ബന്ധുക്കളൊക്കെ ആ സമയത്ത് അവിടെ വരും. അവിടുത്തെ ചടങ്ങുകളൊക്കെ പങ്കെടുത്ത് വധുവരന്മാരെ ആശീർവദിച്ച് ഭക്ഷണം കഴിച്ച് അപ്പോൾ തന്നെ തിരിച്ചു പോകുന്ന സ്ഥിതിയാണ്. കാരണം ആർക്കും സമയമില്ല. അവരവരുടെ വീടുകളിൽ മാറി നിൽക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റുന്ന പല വേദികളും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന അംഗം പി കുമാരൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് പള്ളിക്കര, കുമാരൻ അച്ചേരി, ടി കെ പ്രദീപ് കുമാർ, പി ഭാസ്കരൻ, പി കിഷോർ കുമാർ, ടി ജി ബാലചന്ദ്രൻ, മോഹനൻ അച്ചേരി, പി മുരളീധരൻ, ഗണേശൻ ചെണ്ട, ടി കെ പ്രതീഷ്, ടി കെ പ്രസന്നകുമാർ, ടി കെ പ്രമോദ്, ടി കെ രമേശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വയം സുരക്ഷ ലക്ഷ്യമിട്ട് കുട്ടികൾക്ക് തൃക്കരിപ്പൂർ ഒളവറ ഉളിയംകടവ് പി കോരൻ മാസ്റ്റർ സ്മാരക വായനശാല ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന നീന്തൽ പരിശീലനം ഡിസംബർ 29 സമാപിക്കും. വിവിധ പഞ്ചായത്തുകളിലെ 66 വിദ്യാർത്ഥികളാണ് 45 ദിവസം നീണ്ട പരിശീലനത്തിൽ പങ്കെടുത്തത്. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ കഴിഞ്ഞ 1.5 മാസമായി ഉദിനൂർ കൂലോം കുളത്തിൽ നടത്തിവന്ന നീന്തൽ പരിശീലനത്തിന്റെ സമാപനവും പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും 29 വൈകുന്നേരം 4 മണിക്ക് ഉദിനൂരിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 31 ആരംഭിച്ച പരിശീലന പരിപാടിയിൽ 3 ബാച്ചുകളിലായി 66 കുട്ടികളാണ് പരിശീലനം നേടിയത്. സ്പോർട്സ് കൗൺസിലിൽ നിന്നും പരിശീലനം ലഭിച്ച തടിയൻകോവലിലെ എം പവിത്രനാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത്. വായനശാലയ്ക്ക് കീഴിലെ കലാവേദി നൽകുന്ന ജേഴ്സിയുടെ പ്രകാശനം സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കരാട്ടെ, യോഗ പരിശീലനത്തിനു പുറമെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ട്യൂഷനും നൽകി വരുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് കെ വി രാജേഷ് നടത്തിവന്നിരുന്ന നീന്തൽ പരിശീലന ക്യാമ്പിൻ്റെ സമാപനം ഈ മാസം 29 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് അസ്ലം നിർവഹിക്കും. ഇതിൻ്റെ പരിപാടി മുഖ്യ അതിഥിയായി പ്രമുഖ സിനിമാ നടൻ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പങ്കെടുക്കും. അദ്ദേഹമാണ് ജേഴ്സി പ്രകാശനം ചെയ്തത്. എം മനു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിടെ അധ്യക്ഷതയിലാണ് പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 15 ആണ് ഈ ക്യാമ്പ് ആരംഭിച്ചത്. ഇതിൽ 66 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ക്യാമ്പ് 3 ബാച്ചുകളായി നടത്തിക്കൊണ്ടിരുന്നത്. സ്പോർട്സ് കൗൺസിലിൻ്റെ സഹായത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. പി കോരൻ മാസ്റ്റർ ഫൗണ്ടേഷൻ ചെയർമാൻ ടി വി ബാലകൃഷ്ണൻ, നീന്തൽ പരിശീലകൻ എം പവിത്രൻ, ഷാജി കപ്പണക്കാൽ, പി രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. ആചാര്യ വരവേൽപ്പ് നടന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. ആചാര്യ വരവേൽപ്പ് നടന്നു.
കോട്ടിക്കുളം ശ്രീരാമകൃഷ്ണ പരമഹംസ മഠത്തിൽ നിന്നും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ യജ്ഞാചാര്യൻ സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യയെ വരവേറ്റു. ആചാര്യ വരവേൽപ്പിന് ശേഷം യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള കൃഷ്ണവിഗ്രഹം യജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സദസ്സിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മയൂരാസ് തന്ത്രി ദീപ പ്രജ്വലനം നടത്തി. ഒരു മനുഷ്യനെ കഴിവുള്ളവരാക്കുക. അതുകൊണ്ട് ഇവിടെ നേരത്തെ തന്ത്രി വര്യന്മാരും മറ്റും പറഞ്ഞൊരു കാര്യമുണ്ട്, യുവജനങ്ങളെ കൊണ്ടുവരണം. ശരിയാണ്. കാരണം നാളത്തെ ഭാരതത്തെ കെട്ടിപ്പടുക്കേണ്ടത് യുവജനങ്ങളാണ്. ഈ സപ്താഹം കഴിയുമ്പോഴേക്കും നമ്മളൊരു തിരിച്ചറിവിലേക്ക് വരും. ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതത്തെ ലോകഗുരുവാക്കി മാറ്റുക എന്നുള്ളത്. ലോകത്തിന് എന്നും ഭാരതം ഒരു വഴികാട്ടിയായിട്ട് മാറുക എന്നുള്ളത്. ഭാഗവതം തരുന്ന വെളിച്ചം, അറിവിൻ്റെ വെളിച്ചം അത്ര ഉജ്ജ്വലമാണ്. ഇന്ന് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ക്രിസ്ത്യൻ സമൂഹമാണ് പൊതുവെ ആഘോഷിക്കുന്നതെങ്കിലും ഭാരതത്തിനും അതിലൊരു പങ്കുണ്ട്. എന്താണ് പങ്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു ജനിച്ച രാത്രിയിൽ പറയുന്നത് കിഴക്ക് നിന്നൊരു പണ്ഡിതൻ വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ജോസഫിനോട് പറയുന്നത്, ഈ കുട്ടിയിൽ ചില മഹിമകളുണ്ട്, കുട്ടിയെ രക്ഷിച്ചുകൊള്ളൂ. കിഴക്ക് നിന്നുള്ള പണ്ഡിതൻ, കിഴക്ക് നിന്നുള്ള ഭാരതമാണ്. ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പം ഇസ്രായേലിൻ്റെ കിഴക്ക് ഭാരതമാണ്. അന്ന് ഭാരതത്തിലെ ഋഷിവര്യന്മാർ, ആചാര്യന്മാർ പല നാടുകളിലേക്കും പോയിരുന്നു എന്നത് നിങ്ങൾ അല്പം യാത്ര ചെയ്യുന്നവരോ അല്ലെങ്കിൽ വായിക്കുന്നവരോ ആണെങ്കിൽ മനസ്സിലാവുള്ളൂ. എസ് കെ പൊറ്റക്കാടിൻ്റെ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബാലി എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ഐലൻഡിൽ ഇന്നും 90% ഹിന്ദുക്കളാണുള്ളത്. 6-ാം നൂറ്റാണ്ടിൽ മാർക്കണ്ഡേയ ഋഷി ഇവിടെ നിന്നും അവിടെ പോയി ഭാരതത്തിൻ്റെ സംസ്കൃതി അവിടുത്തെ നാടുകളിൽ പോയി പ്രചരിപ്പിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഉച്ചില്ലത്ത് പത്മനാഭ തന്ത്രി, ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ നവീൻ ചന്ദ്ര കായർത്തായ എന്നിവർ അനുഗ്രഹ ഭാഷണം നടത്തി. ചെയർമാൻ ശിവരാമൻ മേസ്ത്രി അരവത്ത് അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വള്ളിയോടൻ ബാലകൃഷ്ണൻ നായർ, ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ KP സുനിൽകുമാർ, പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താർ, കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികർ കണ്ണൻ കാർണവർ, കോർഡിനേറ്റർ മോഹൻ ബേക്കൽ, നാരായൺ മുല്ലച്ചേരി, വിജയൻ K രാമൻ, അജിത ചിറമ്പൽ, ലത വലിയവളപ്പ് എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ ബാലു സ്വാഗതവും സ്വീകരണ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ ഉദയമംഗലം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാലിച്ചാനടുക്കം കായക്കുന്ന് അയ്യപ്പ ഭജന മന്ദിരം മണ്ഡലകാല മഹോത്സവം നടന്നു. വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നു. കാലിച്ചാനടുക്കം കായക്കുന്ന് ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ മണ്ഡലകാല മഹോത്സവം നടന്നു. മേൽപ്പൂര സമർപ്പണവും നടന്നു. തന്ത്രീശ്വരനെ താലപ്പൊലി, മുത്തുകുട, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ബ്രഹ്മശ്രീ തന്ത്രരത്നം കൊട്ടാരം ജയരാമൻ നമ്പൂതിരി സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് ആധ്യാത്മിക പ്രഭാഷണവും നടത്തി. ബ്രഹ്മശ്രീ പെരുകമന ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരി ചടങ്ങിൽ സംബന്ധിച്ചു. മടിക്കൈ ഉണ്ണികൃഷ്ണമാരാരും സംഘവും തായമ്പക അവതരിപ്പിച്ചു. തുടർന്ന് താലപ്പൊലി എഴുന്നള്ളത്ത് നടന്നു. രാത്രിയിൽ മാതൃസമിതിയുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MT വാസുദേവൻ നായരുടെ വിയോഗം മലയാളക്കരയ്ക്കാകെ തീരാ നഷ്ടമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. MTക്ക് പകരം വെക്കാൻ ആളില്ലെന്നും MP. റാണിപുരം കുണ്ടുപള്ളിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വനാതിർത്തിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തെരച്ചിൽ നടത്തി.
അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബൈക്ക് മോഷ്ടാക്കൾ അറസ്റ്റിൽ. കോളിയടുക്കം സ്വദേശികളായ അബ്ദുൾ ബാസിദ്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി ചട്ടഞ്ചാൽ സ്വദേശി പിടിയിൽ. 12,000 ഭരതനാട്യ നർത്തകരെ അണിനിരത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡിനൊരുങ്ങി കൊച്ചി. 29-ന് കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ നാട്യധ്വനി കലാക്ഷേത്രയിലെ നൃത്ത പ്രതിഭകളും പങ്കെടുക്കും. CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയുമായ VP പ്രശാന്ത് കുമാർ അന്തരിച്ചു. അന്ത്യോപചാരം അർപ്പിച്ചത് 100 കണക്കിന് ആളുകൾ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.